മാലിന്യം മഹാലിംഗം. ഇവിടെ നിന്നെ കണ്ട ചൊക്കലിംഗാണെന്ന് തോന്നുവല്ലടാ. ഇന്നലെ രാത്രി സെക്കൻഡ് ഫ്ലോറിലെ നൈറ്റ് ഡ്യൂട്ടി ആരാ? അവൻ തമിഴനാ. അപ്പടി അങ്കളാ തള്ളിയല്ലടാ. டே பசங்க, நேத்தைக்கு எங்க ஆயிருந்தவங்க டியூட்டி? நான் செகண்ட் ஃப்ளோர்ல தான் சார். ஆனா உண்மையில எனக்கு ஒன்றும் தெரியாது. தெரியாது. நான் தூங்கி போயிட்டேன். நைட் டியூட்டிக்காரன் தூங்குடா. நீ தண்ணி சாப்பிட்டியா? இந்த படுபாரு தான் சார் கொஞ்சம் ஊத்தி தானே நான் அப்படியே பிளாட் ஆகி போயிட்டேன். അങ്ങനെ മര്യാദക്ക് പറയടാ. നീ അവനെ ഊത്തി കൊടുത്തോ? എന്റെ പൊന്നു സാറെ രക്ഷിക്കണം. 250 അവൻ ഒഴിച്ചു കൊടുത്തു. ബാക്കിയുള്ളത് ഞാനും കുടിച്ചു സാറേ. നീയും കുടിച്ചല്ലേ? കുടിച്ചു കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യടാ? ഇവിടെ ലൂട്ടി ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയതാ സാറേ. നൈറ്റ് ഡ്യൂട്ടിക്കാരെ തണ്ണി ഊത്തി കൊടുത്ത് വീട്ടിൽ പോകുന്ന ഡ്യൂട്ടി. എന്റെ പൊന്നു സാറേ കലക്കി കളഞ്ഞു. ഇതാണ് മൂട്ടമത്തായി. ഇവരെവിടെയായിരുന്നു? ആ മെത്തേഡ് ഇന്നലത്തെ കൊലപാതകം കഴിഞ്ഞ് അവൻ ആ മെത്തേഡ് അടി കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. എന്റെ പൊന്നുകാരെ ഇവിടെ എങ്ങുമില്ലായിരുന്നു. പിന്നെ ഇന്നലെ എവിടെ പോയിരുന്നവാ? എന്റെ ഭാര്യയുടെ വീട്ടിൽ പോയതാ. രാത്രി എത്ര മണിവരെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി? 12 മണി വരെ. ഇന്നലെ രാത്രി ഇവിടെ നിങ്ങൾ എത്ര മണിവരെ ഉണ്ടായിരുന്നു? 12:30 വരെ. ഓഹോ, അപ്പൊ പതിവിൽ നിന്നും അരമണിക്കൂർ കൂടുതൽ. വീക്ക്ലി അക്കൗണ്ട്സ് നോക്കുന്ന ദിവസമായിരുന്നു. ശരി. ഇന്നലെ രാത്രിയിൽ എമിലിയെ കാണാൻ ഇവിടെ ആരെങ്കിലും വന്നിരുന്നു? ഇല്ല. എങ്ങനെ അറിയാം? ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. വിസിറ്റേഴ്സ് ഡയറി ഉണ്ട്. എമിലിക്ക് സ്വന്തമായി വീടുണ്ട്? അവർക്ക് ഒരു ചെറിയ വീടുള്ളതായിട്ടാണ് അറിവ്. എവിടെ? റെയിൽവേയുടെ പറയും. റെയിൽവേയുടെ പറയും? അല്ല, റെയിൽവേ കോർപ്പറേഷൻ പറയും. യെസ് സാർ. യെസ്. സംശയിക്കാനൊന്നുമില്ല. ഇവന് ഒരു കൊലപാതകയുടെ ലക്ഷണമുണ്ട്. ഇവൻ തന്നെയാണ് കൊലപാതകം. എല്ലാരെയും ചോദ്യം ചെയ്തു. ആളെയും കണ്ടുപിടിച്ചു. ഈ പോക്കറ്റ് അടിച്ചു. ഡോണ്ട് ബി എ ഫൂൾ. ഇത് തന്ത്രപൂർവ്വം ചെയ്ത ഒരു കൊലപാതകമാണ്. കുറ്റവാളി ആരായിരുന്നാലും നമ്മൾ അവനെ കണ്ടുപിടിക്കും. കേശവളം മുകളിലേക്ക് ചെല്ലൂ. മിസ്റ്റർ ശേഖർ, എന്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്നും ആരും പുറത്തു പോകാൻ പാടില്ല, ഇൻക്ലൂഡിംഗ് യുവർ സെൽഫ്. പക്ഷേ എന്റെ ബിസിനസ്. യു ക്യാൻ കണ്ടിന്യൂ യുവർ ബിസിനസ്. പക്ഷേ റൂം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി. സാം, മറ്റൊരു സ്ഥലത്തേക്ക് തൽക്കാലം മാർത്താമസപ്പുറം അദ്ദേഹം ചോദിക്കും. പാടില്ല, അത് അപകടമാണ്. മിസ്റ്റർ മുഠാണ്ട കബായ്ക്കൊക്കെ എമിലിയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അവരുടെ കയ്യിൽ പെട്ടുപോയാൽ നമ്മുടെ പരിപാടി എല്ലാം തടഞ്ഞു. ചോദിക്കുന്നു. ഒന്നും ഭയപ്പെടണ്ട. ഇവിടെ നിന്ന് ഉടൻ സ്ഥലം വിടണം. ആരും അറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സകല ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം, ജനുവരി 1-ാം തീയതി ഡാൻസുകാരെന്ന വ്യാജന മറ്റേ പാർട്ടിയെ ഉഗാണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ അദ്ദേഹത്തോട് പ്രത്യേകം പറയണം. ജനുവരി ഇൻസ്പെക്ടർ, ആ ഹോട്ടലിന്റെ പരിസരങ്ങളിൽ ഇപ്പോഴും നൈറ്റ് ഡ്യൂട്ടി തുടരുന്നുണ്ടല്ലോ? സാം സർ, എന്താ മെഡിക്കൽ റിപ്പോർട്ട്? ഇരുമ്പ് വടിയോ അതുപോലെ കനമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടോ തലയ്ക്കടിച്ചിട്ടുണ്ടെന്നും തലച്ചോറിന് ക്ഷതം പറ്റിയാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്നും ആണ് റിപ്പോർട്ട്. കൊലപാതകം എപ്പോ നടന്നു എന്നാ പറയുന്നത്? 12:30ക്കും 1-നും ഇടയ്ക്കായിരിക്കും. സോ ഇറ്റ് ഈസ് എ കാൽക്കുലേറ്റീവ് ഡെലിബറേറ്റ് മർഡർ. സർ. ഇൻസ്പെക്ടർ, ഇവിടെ നിന്ന് റെയിൽവേ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ എത്ര മൈൽ ദൂരമുണ്ട്? 3 മൈൽ വരും. സാം, സർ. ഈ എമ്മിൽ സാധാരണ പോകാറുള്ള വീട് റെയിൽവേ ക്വാർട്ടേഴ്സിന്റെ പെറുവസ്ഥാണെന്നല്ലേ മാനേജർ പറഞ്ഞത്? സർ. നമുക്ക് ഇന്ന് ആ വീടൊന്ന് സെർച്ച് ചെയ്യണം. എന്താ കേശവളുടെ കാരന്റെ കാര്യം എന്തായി? അയാൾ രക്ഷപ്പെട്ടു കളഞ്ഞു. വിമാനത്താവളത്തിൽ അന്വേഷിച്ചു. വിമാനത്തിലൊന്നും പോയിട്ടില്ല. എന്നാൽ അയാൾ വേറെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ കാണും. ഈ കൊലപാതകവുമായിട്ട് അയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കണം. ആ ഹോട്ടൽ പ്രോപ്പർട്ടി ഇവിടെ ഒന്ന് പരിശോധിച്ചാലോ? ദാറ്റ്സ് എ ഫൈൻ ഐഡിയ. എന്നാൽ ഉടനെ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ മുങ്ങിക്കളയും. അയാൾ കുറ്റക്കാരനാണ്.
അപ്പൊ കേശവുടെയും വിശാലും ചേർന്ന് ശേഖരന്റെ വീട് സെർച്ച് ചെയ്യും. ഞാനും ശ്യാമും എമിലിന്റെ വീട് സെർച്ച് ചെയ്യാം. ഇൻസ്പെക്ടർ, നിങ്ങൾ വേറെ എങ്ങും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞങ്ങൾ മെസ്സേജ് തരാം. ഹലോ, റെയിൽവേ ക്വാർട്ടേഷന് പുറകിലുള്ള എമിലിയുടെ വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ മുഴുവൻ പരിശോധിച്ചു, രക്തങ്ങളുടെ പൊടി പോലും കാണാനില്ല. രക്തങ്ങൾ അവിടെ തന്നെ കാണും. തറയും ഭിത്തിയും എല്ലാം ഇടിച്ചു പൊളിച്ച് നോക്കണം, പരിശോധിച്ച് നോക്കും. യെസ് ബാസ്. ഓക്കെ. എമിലി, ഇത് ഞാനാണ്, നിന്റെ സഹോദരി മാഹി. രത്നങ്ങൾ എന്റെ വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. നിന്റെ രത്നങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഇതാ. സാം, അവന്മാർ രക്ഷപ്പെട്ടു കളഞ്ഞു. അവന്മാര് നമ്മുടെ കൈപ്പെടാതെ പിന്നെ എവിടെ പോയാ? സാർ വന്നാട്ടെ. എന്തിനിങ്ങനെ കുടിക്കുന്നു? എനിക്കൊരു മനസ്സമാധാനവും. അതുകൊണ്ട് രാപകൽ ഇങ്ങനെ കുടിച്ചാൽ സമാധാനം ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷിച്ചതല്ല സംഭവിച്ചെന്ന് എനിക്കറിയാം. ഇനിയും എന്നിൽ നിന്ന് എന്തിനിതൊക്കെ മറച്ചു വെക്കുന്നു? മറയ്ക്കുന്നു? എന്ത്? അങ്ങ് എന്തിന് എമിലിയെ കൊന്നു? മാലിനി, എനിക്കറിയാം. അവൾ നിങ്ങളുടെ ആഗ്രഹത്തിന് പഴയ കാണുകയില്ല. അതുകൊണ്ട് അവളെ കൊല്ലണമെന്നുണ്ടോ? ഈ കണക്കിന് ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് ജീവിക്കും? മാലിനി, സത്യമായിട്ടും ഞാൻ നിരപരാധിയാണ്. എമിലിയുടെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്കും. പോലീസ് ഇവിടെ ആരും ഇല്ലേടി പറ്റേ? ഏമാനും കൊച്ചമ്മ ഉറക്കമാ, വിളിക്കട്ടെ? ഇങ്ങോട്ട് വാ. നിന്റെ പേരെന്തുവാ? കൊച്ചുപാറു. ഇവിടെ കണ്ടാലും ഒരു കൊച്ചു പാറുവാ. കേട്ടാ കേട്ടാ. അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കാം, സത്യം പറയണം. പറയോ സത്യം? സത്യം പറയൂ. പറയാം. എടി ഉണ്ടോടി? എടി ഉണ്ടോന്ന്? എന്തോ ഏമാനെ? എടി മുട്ടാണ്ടേ ഉണ്ടോന്ന്? എനിക്കില്ല, കൊച്ചമ്മയ്ക്കാണ്. എന്താണടി ഏമാൻ ചോദിച്ചത്? എടി അതല്ല, മുട്ടാണ്ട ടബാക്കോ കാപ്പിരി അയാളെ ഇവിടെ എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന്? ഇവിടെ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അപ്പൊ നീ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേറെ ഏതാണ്ടാണെന്ന് കരുതി പറഞ്ഞു. ആഹാ, വേറെ ഏതാണ്ടാണെങ്കിലും ഇല്ലാത്തത് ഉണ്ടെന്ന് പറയോ? എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഹോട്ടൽ പഞ്ചവടിയുടെ മാനേജർ. അറിയാം, നമ്മളൊന്ന് ഹോട്ടൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അതെ, എമിലിയുടെയും മാലിന്യയുടെയും മത്സര നൃത്തത്തിന്റെ അന്ന്.
അതെ. ആ, നിങ്ങളല്ലേ അന്ന് ചന്ദ്രന്റെ മൗത്തോർഗൻ എടുത്ത് തന്നത്? യെസ്. കഴിഞ്ഞ തവണ ഹോട്ടലിൽ നടന്ന സംഭവം അറിഞ്ഞിരിക്കുമല്ലോ, ഈ എമിലിയുടെ കൊലപാതകം. അറിഞ്ഞു. പറയാൻ വളരെ പ്രയാസമുണ്ട്. എങ്കിലും മിസ് നളിനിയെ സഹായിക്കേണ്ടത് എന്തോ എന്റെ കടമയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എമിലിയെ കൊന്നത് ചന്ദ്രനാണ്. ഞെട്ടിപ്പോയല്ലേ? ഈ മൗത്ത് ഓർഗൻ ഏതാണെന്നറിയാം? ചന്ദ്രന്റേതാണ്. എമിലിയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയതാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലല്ലോ. ഞാനിത് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു വാക്ക് ചോദിക്കാമെന്ന് കരുതി വന്നതാണ്. അയ്യോ മിസ്റ്റർ കുമാർ, ദയവ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കരുത് പ്ലീസ്. അതിങ്ങ് തരൂ. അതിനാണല്ലോ ഞാൻ വന്നത്. അതിനെന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരാം കുമാർ. പ്ലീസ് കുമാർ. 25,000 രൂപ തരണം. 25,000 രൂപയോ? അതെ. എന്തൊക്കെയാണ് നളിനി വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഒന്നുമില്ല. മുഖമെന്താ വിളറി? എനിക്ക് വല്ലാത്തൊരു തലവേദന. മനസ്സസ്വസ്ഥം എന്നർത്ഥം. അല്ല, ചന്ദ്രൻ സുഖമില്ല കിടക്കുകയല്ലേ, അതുകൊണ്ട് നളിനിക്ക് മനസ്സുഖം കാണുകയില്ലല്ലോ. അതെ അതെ ശരിയാണ്. ചന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടൻ ഉറങ്ങിയാണ്. ശരി, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്, പോയി വിശ്രമിക്കുക. ചന്ദ്രൻ ഉണർന്ന ഉടനെ എനിക്ക് ഫോൺ ചെയ്യും. ശരി ശരി. ആകെ ഭയന്നു. ഞാനും. നിങ്ങൾ ചോദിച്ച 25,000 രൂപ ഞാൻ തരാം. പക്ഷെ ഇപ്പോൾ കൈവശമില്ല. ബാങ്കിൽ നിന്ന് എടുത്തു തരാം. ഞാൻ രൂപ ഹോട്ടലിൽ കൊണ്ടുവന്ന് തരാം. പ്ലീസ് ഇനി ഇതുമായി ഇങ്ങോട്ട് വരണ്ട. വന്നാൽ പല ആപത്തും ഉണ്ടാകും. ശരിയാണ്. ഇന്ന് തന്നെ കൊണ്ടുവരുമോ? കൃത്യം 3 മണിക്ക് കൊണ്ടുവരാം. ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കും. ശരി. ഓക്കെ. ഓക്കെ. അങ്ങനെ മാനേജർ കുമാർ ഇന്ന് 25,000 രൂപ ഉണ്ടാക്കാൻ പോവുകയാണ്. നാളെ കാശ് ഉണ്ടാക്കട്ടെ സാർ. നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കാം. എന്താ എങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെന്ന്? ആ ഹോണടി കേട്ടാൽ അറിഞ്ഞുകൂടെ? അപ്പൊ ആൾറെഡി ഓർമ്മയുണ്ട്. ഗുഡ്. പിന്നെ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒന്ന് അവധി എടുക്കും. എന്തിനാ? ഹോട്ടലിൽ ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ അവിടുന്ന് കൂടണം. അയ്യോ ഞാനില്ല. അമ്മാവൻ അറിഞ്ഞാൽ. അപ്പൊ അമ്മാവനെ അറിയുന്നതിനേ ഉള്ളൂ. 4 പേരറിയേ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ വരില്ല. ചെയ്യുന്നത് 4 പേരറിയണം. എന്റെ പൊന്ന് ലീലാമണി, ഇത് കാര്യം ഔദ്യോഗികമാണ്. ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. നമസ്കാരം. എന്ത് വേണം? ഞങ്ങൾ കൂർഗ്. ഞങ്ങളുടെ കയ്യിൽ കുറെ പണമുണ്ട്. അത് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. വളരെ സന്തോഷം. ഞങ്ങൾക്ക് കൂർഗിലും ബ്രാഞ്ചുണ്ട്. അറിയാം അറിയാം. ചോട്ടാ ബാങ്കാണ്. എന്ത് തുക വരും? വലിയ തുകയാണ്. ആരുടെ പേരിലാണ് ഇടേണ്ടത്? ನಮ್ಮ ಬ್ಯಾಂಕ್ ಅಕೌಂಟ್ ನಿನ್ನ ಹಸಿದಿಲ್ಲೇನ ಹಾಕೋಣವೆ? ನಮ್ಮ ಮಗಳ ಹೆಸರಿನಲ್ಲೇ ಹಾಕೋಣ? ಬೇಡ ಬೇಡ, ഞങ്ങളുടെ മകളുടെ പേരിൽ ആക്കണം. പണം എടുത്ത് വെച്ചിട്ടുണ്ടോ സാർ? ഫോൺ കിട്ടിയപ്പോഴേ 25,000 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യറോട് വാങ്ങിക്കണം. താങ്ക് യു. അപ്പോൾ ആരുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്? ಅಯ್ಯೋ ಇದೇನು ಹೆಂಗಸರು ಹಣ ತೆಗೆದುಕೊಂಡು ಹೋಗುವ ಬ್ಯಾಂಕಿನಲ್ಲಿ ನಮ್ಮ ಅಕೌಂಟ್ ಬೇಡ. അതെ, ഇവിടെയുള്ള എല്ലാ പണവും എടുത്ത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ അക്കൗണ്ട് വേണ്ടാന്ന് ഭാര്യ ബെഡ. അയ്യോ, അത് അവരിട്ടിരുന്ന പണമാണ്. അച്ഛാ